ഹലോ ഗായ്സ്, വെൽക്കം ടു സിഞ്ചു ടെക് ഷെയർ. ഞാൻ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് ലെനോവോയുടെ SR650V3 എന്ന് പറയുന്ന ഒരു സെർവറാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ സെർവറിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഈ കാണുന്ന സാധനങ്ങൾ കൂടി ആഡ് ചെയ്യാനുണ്ട്. ഈ കാണുന്നത് SSD ഹാർഡ് ഡ്രൈവ് ആണ്. 960 GB സൈസിലുള്ള SSD ഹാർഡ് ഡ്രൈവുകളാണ്. ഇതൊരു അഡീഷണൽ റാം ആഡ് ചെയ്യാനുണ്ട്. ഇതാണ് ഒരു അഡീഷണൽ പവർ സപ്ലൈ. ഈ കാണുന്നതാണ് 1 GB ലാൻ പോർട്ട് ഇന്റർഫേസ് ആണ്. അഡീഷണൽ ഒരു 4 പോർട്ട്. ഇത് ആഡ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് ഈ സെർവർ അൺബോക്സ് ചെയ്യാം. ഫസ്റ്റ് ബുക്ക്ലെറ്റ്, ഒരു പവർ കോഡ്, പിന്നെ ഇവിടെ ആയിട്ട് ഇതിന്റെ റെയിൽ മൗണ്ടിങ് കിറ്റ് ഉണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ലെനോവോയുടെ SR650V3 സെർവർ. ആദ്യം നമുക്ക് ഇതിന്റെ പുറത്തുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. ഫ്രണ്ടിലായിട്ട് നമുക്ക് കാണാം ഡിസ്ക് ബേകൾ കാണാനുണ്ട്. ഇത് സാസ്കം സാറ്റ ഹാർഡ് ഡ്രൈവ് ഇൻസെർട്ട് ചെയ്യുന്ന സ്ലോട്ടുകളാണ് ഉള്ളത്. ടോട്ടൽ 24 ഹാർഡ് ഡ്രൈവ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇതിന്റെ വെച്ചിട്ടുള്ള റേറ്റ് കൺട്രോളുകളാണ് വരുന്നത്. ബേസിക്സ് റേറ്റ് കൺട്രോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 8 ഹാർഡ് ഡ്രൈവ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ 16 24 ഒക്കെ ഉണ്ട്. അത് നമ്മൾ ഒരു റേഡിൽ തന്നെ മൾട്ടിപ്പിൾ ഹാർഡ് ഡ്രൈവ് ഒക്കെ വെച്ചിട്ട് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഒരൊറ്റ റേറ്റ് കൺട്രോൾ തന്നെ മേടിക്കണം. ഈ എല്ലാ പോർട്ടുകളും സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എല്ലാ ഹാർഡ് ഡ്രൈവും കൂടി കോമ്പാക്ട് ചെയ്ത് ഒരു ബിഗ്ഗർ സ്റ്റോറേജ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇതിന്റെ ഓരോ റേറ്റ് കൺട്രോളുകളാണെങ്കിൽ ആ 8 എണ്ണം വെച്ചിട്ടുള്ള റേറ്റ് സിസ്റ്റം ആയിരിക്കും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഈ ഡ്രൈവ് ബേയിൽ ഇപ്പോൾ ഉള്ളത് ഡമ്മി കവറുകളാണ്. ഇത് നമുക്ക് റിമൂവബിൾ ആണ്. ഇതുപോലെ റിമൂവ് ചെയ്യാം. ഈ കാണുന്നത് ഡമ്മി സ്ലോട്ടുകളാണ്. നമുക്ക് ഇതിൽ ആക്ച്വൽ ഹാർഡ് ഡ്രൈവ് ഇൻസെർട്ട് ചെയ്യേണ്ടത് നമുക്ക് ഇടാം. ഈ കാണുന്നത് ഡമ്മിയാണ്. ഇതും അതെ. പിന്നെ നമ്മൾ പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ 2 USB Type A പോർട്ടുകൾ നമുക്ക് ഇവിടെ കാണാം. പിന്നെ ഒരു പവർ ബട്ടൺ, ID പോർട്ട്, നെറ്റ്വർക്കിന്റെ ഇൻഡിക്കേഷൻ, പിന്നെ ഒരു സ്റ്റാറ്റസ് ഇൻഡിക്കേഷൻ. പിന്നെ ഇവിടെ ആയിട്ട് XCCയുടെ ലോഗിൻ ഐഡിയും പാസ്വേഡും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ടോപ്പിലായിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഡിം എങ്ങനെയാണ് ഇൻസ്റ്റലേഷൻ, അതായത് റാം എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതിന്റെ സ്ലോട്ടുകളുടെയും ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു CPU ഉള്ളപ്പോൾ എങ്ങനെയാണ് റാം ഉണ്ടത്, 2 CPU ഉള്ളപ്പോൾ എങ്ങനെയാണ് ഇടേണ്ടത്, മദർ ബോർഡിലുള്ള ഓരോ പോർട്ടുകളുടെ ഡീറ്റെയിൽസും ഇവിടെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് PC വെച്ച് എങ്ങനെയാണ് ഹാർഡ് ഡ്രൈവ് അറേഞ്ച് ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ റെയിൽ കിറ്റ് എങ്ങനെയാണ് അസംബിൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പവർ സപ്ലൈ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, അതിന്റെ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ റേറ്റ് കൺട്രോളർ അഡാപ്റ്റർ എവിടെയാണ് വരുന്നത്, അത് എങ്ങനെയാണ് ലോഡ് ചെയ്യുന്നത് എന്നുള്ളതും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ പ്രത്യേകിച്ച് ബ്ലാങ്ക് ആണ്. ഇതിൽ മറ്റേ റെയിൽ കിറ്റ് ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്ക് സൈഡിലോട്ട് വരികയാണെങ്കിൽ ബാക്ക് സൈഡിൽ പോവുകയാണെങ്കിൽ നമുക്ക് 3 PCIയുടെ സ്ലോട്ടുകൾ ഇവിടെ കാണാം. ഒരു നെറ്റ്വർക്ക് പോർട്ട് ഉണ്ട്. ഇതാണ് XCC പോർട്ടായിട്ടും വർക്ക് ചെയ്യുന്നത്. പിന്നെ ടോട്ടൽ 3 USB പോർട്ടുകൾ കാണാം. ഒരു VGA പോർട്ട് കാണാം. പിന്നെ ഒരു പവർ സപ്ലൈ കാണാം. അഡീഷണൽ ഒരു പവർ സപ്ലൈ കൂടി ഇടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ കയ്യിൽ പവർ സപ്ലൈ ഉണ്ടാകും. നമ്മൾ ഇൻസെർട്ട് ചെയ്തിട്ടായിരിക്കും ഈ പവർ ഓൺ ചെയ്ത്. ഈ സൈഡിലും പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്കപ്പോൾ ഇതിന്റെ ടോപ്പിലെ കവർ ഓപ്പൺ ചെയ്തിട്ട് അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് ചെക്ക് ചെയ്യാം. ടോപ്പിലായിട്ട് ചെറിയൊരു സ്ക്രൂ ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ടിൽറ്റ് ചെയ്യുക, അൺലോക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇതിന്റെ ഫാനുകൾ കാണാം. ഒരു 5 ഫാൻ ഉണ്ട്. 6 ഫാൻ ഇടാനുള്ള സ്ലോട്ട് ഉണ്ട്. പക്ഷേ നിലവിൽ 5 ഫാനുകളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് ഇതിന്റെ റേറ്റ് കൺട്രോളർ ഇട്ടിരിക്കുന്നത്. റേറ്റ് കൺട്രോളറിന്റെ കേബിൾ ഇതിലെ പോയിട്ട് ഫ്രണ്ടിൽ പാനലായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പവർ സപ്ലൈ ഉണ്ട്. മറ്റൊരു പവർ സപ്ലൈ അറ്റാച്ച് ചെയ്യുന്ന സ്ലോട്ടും കൂടി ഉണ്ട്. ഇനി നമുക്ക് ഈ ടോപ്പിലെ കവർ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിന്റെ മെമ്മറി സ്ലോട്ടുകളും പ്രൊസസർ സ്ലോട്ടുകളും എല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഈ കാണുന്നതാണ് ഫസ്റ്റ് പ്രൊസസർ. രണ്ടാമത്തെ പ്രൊസസർ ഇടാനുള്ള സ്ലോട്ട് ഉണ്ട്. നമ്മൾ ഒരു പ്രൊസസറുള്ള സെറ്റപ്പാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ കാണുന്നതാണ് റാം സ്ലോട്ടുകൾ. നിലവിലൊരു 64 GB ഒരു റാം ഇട്ടിട്ടുണ്ട്. ഒരു 64 കൂടി നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഒരു അഡീഷണൽ റാം കൂടി ഇൻസെർട്ട് ചെയ്യാനുണ്ട്. ഡിം ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഗൈഡ് അനുസരിച്ച് 2 റാം 2 CPU ഉള്ളപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് 7th സ്ലോട്ടിലും 23 സ്ലോട്ടിലായിട്ടാണ് ഇടേണ്ടത്. പക്ഷെ നമ്മൾ നിലവിൽ ഒരു CPU ഉള്ളൂ. ഒരു CPU ഉള്ളപ്പോൾ നമ്മൾ 4th കോൺഫിഗറേഷൻ എടുക്കേണ്ടത്. അതായത് 4 മെമ്മറി ഉള്ള കോൺഫിഗറേഷൻ. അതിൽ 2 മെമ്മറി ഓൾറെഡി പ്രൊസസർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇടുന്നില്ല. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ 2 റാം വരുമ്പോൾ ഇടേണ്ടത് 7th-ലും 14th-ലുമാണ്. അപ്പോൾ 14th സ്ലോട്ടിൽ നമ്മൾ അഡീഷണൽ ഈ 64 റാം ഇൻസെർട്ട് ചെയ്യും. ഇനി നമുക്കൊരു അഡീഷണൽ പവർ സപ്ലൈ കൂടി ഇടാനുണ്ട്. അപ്പോൾ അത് അൺബോക്സ് ചെയ്തിട്ട് അത് ഇടാം. അപ്പോൾ ഈ കാണുന്നതാണ് അഡീഷണൽ പവർ സപ്ലൈ യൂണിറ്റ്. ഇത് നമുക്ക് ബാക്കിൽ നിന്ന് ഇൻസെർട്ട് ചെയ്യാം. അഡീഷണൽ പവർ സപ്ലൈ ഇടാനുള്ള സ്ലോട്ട് ഇവിടെ ഒരു ഡമ്മി കവർ ഉണ്ട്. അത് നമുക്ക് ഇതുപോലെ റിമൂവ് ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ ഇട്ടിട്ട് ഇനി നമുക്ക് അഡീഷണൽ ആയിട്ട് നെറ്റ്വർക്ക് കാർഡ് ആഡ് ചെയ്യാനുണ്ട്. ഒരു 4 പോർട്ടിന്റെ OCP കാർഡാണ്. അപ്പൊ അത് നമുക്ക് ഇൻസെർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ OCP നെറ്റ്വർക്ക് കാർഡ് ഉള്ളത്. അതിന്റെ ഒരു ഡമ്മി കവർ ഉണ്ട്. അത് റിമൂവ് ചെയ്യാം. അതിനുശേഷം നെറ്റ്വർക്ക് കാർഡ് ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് ഈ സ്ക്രൂ ടൈറ്റ് ചെയ്യാം. അപ്പോൾ അതിന്റെ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു. ഇനി ഒരു 8 സാറ്റ ഹാർഡ് ഡ്രൈവുകൾ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. 2.5 ഇഞ്ചിന്റെ SAS ഹാർഡ് ഡ്രൈവുകളാണ്. ഹോട്ട് സ്വാപ്പബിൾ ആയിട്ടുള്ള ഹാർഡ് ഡ്രൈവുകളാണ്. അത് നമുക്ക് ഈ സ്ലോട്ടിൽ ഇൻസെർട്ട് ചെയ്യണം. അതിന് മുമ്പായിട്ട് ഈ ഡമ്മി കവറുകളൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് ഈ പാക്കിംഗ് അൺബോക്സ് ചെയ്യാം. ഇങ്ങനെയാണ് ഈ ഹാർഡ് ഡിസ്കിന്റെ പാക്കിംഗ് വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. 960 GB ആണ് ഇതിന്റെ സൈസ് വരുന്നത്. ഈ കാണുന്നതാണ് ഇതിന്റെ ഹാർഡ് ഡ്രൈവ്. ഇതുപോലെ അപ്പോൾ 8 ഹാർഡ് ഡ്രൈവുകളും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ കവർ ക്ലോസ് ചെയ്തിട്ട് ഇനി ഇത് പവർ ഓൺ ചെയ്ത് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാം. ക്ലോസ് ചെയ്യാനായിട്ട് ഇത് ഇങ്ങനെ ഇട്ടിട്ട് സ്ലൈഡ് ചെയ്യുക. ഈ ലോക്ക് പ്രസ് ചെയ്യുക. ഈ ലോക്ക് സ്ക്രൂ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി സെർവർ ഒന്ന് പവർ ഓൺ ചെയ്യാം. പവർ ബട്ടൺ പ്രസ് ചെയ്യാം.
ഓക്കെ, ലൈറ്റ് എല്ലാം ഫ്ലാഷ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഫാൻ റൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഫാൻ നല്ല ഹൈ RPM കറങ്ങുന്ന സൗണ്ട് ഉണ്ട്. ഡിസ്പ്ലേ വന്നു തുടങ്ങി. അപ്പോൾ ഈ സെർവർ ഓൺ ആയിട്ടുണ്ട്. 128 GB റാം, ഒരു പ്രൊസസ്സർ ഡിക്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. 16 കോറുള്ള പ്രൊസസ്സറാണ്. ഇതിലിട്ടിരിക്കുന്ന പ്രൊസസ്സർ ഇന്റൽ നിയോ സിൽവർ 4510 പ്രൊസസ്സറാണ്. ഇതെന്തായാലും ബൂട്ട് ആവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ ബയോസിൽ കയറിയിട്ട് കുറച്ച് സെറ്റിംഗ്സ് ഒക്കെ ചേഞ്ച് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ F2 അടിച്ചു. ഇതിലൊരു എറർ കാണിക്കുന്നുണ്ട്, എന്താണെന്ന് നോക്കാം. ഒരു പവർ സപ്ലൈയിൽ ഞാനിപ്പോൾ പവർ കണക്ട് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഒരു പവർ സപ്ലൈ ഫോൾട്ടി ആയിട്ട് കാണിക്കേണ്ടത്. അത് പവർ കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണ്. നമുക്ക് ഇതിന്റെ എക്സ് ക്ലാരിറ്റി കോൺഫിഗറേഷൻ സെറ്റ് ചെയ്ത് പിന്നെ റിമോട്ട്ലി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇതിന്റെ എക്സ് ക്ലാരിറ്റി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നത്. എക്സ് ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ സെർവർ റിമോട്ട്ലി മാനേജ് ചെയ്യുന്ന ഒരു ടൂളിന്റെ പേരാണ്. അത് ലെനോവയിൽ യൂസ് ചെയ്യുന്ന ടൂളിന്റെ പേരാണ് എക്സ് ക്ലാരിറ്റി. ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് റിമോട്ട്ലി മാനേജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ. അപ്പോൾ ആ പോർട്ട് നമ്മൾ ഇവിടെ ആദ്യം തന്നെ കോൺഫിഗർ ചെയ്യുക. അതിനുശേഷം അത് കോൺഫിഗർ ചെയ്താൽ പിന്നെ നമുക്ക് റിമോട്ടിൽ ഇരുന്ന്, അതായത് ഈ സ്ക്രീനൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ലാപ്ടോപ്പിൽ ഇതിൻ്റെ ഒരു ഇന്റർഫേസ് കിട്ടും. ആ ഇന്റർഫേസ് വഴി നമുക്ക് ഇതിന്റെ കോൺഫിഗറേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ആദ്യം ഇതിന്റെ ഒരു പോർട്ട് അസൈൻ ചെയ്യാം. ഇപ്പോൾ പോർട്ട് 1, 2, 3 ഉണ്ട്. അതിൽ പോർട്ട് 1 കൊടുത്തു, അഡ്രസ്, സബ്നെറ്റ് കാര്യങ്ങളെല്ലാം കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതിന്റെ ബേസിക് സെറ്റിംഗ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതായത് BMC IP, അതായത് ബേസ് ബോർഡ് മാനേജ്മെന്റ് കൺട്രോളറിന് ഒരു IP കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇതിന്റെ റിമോട്ട് കൺട്രോൾ ടൂളായ XCC ക്ലാരിറ്റി വെച്ചിട്ട് നമുക്ക് ഇത് റിമോട്ട്ലി കണക്ട് ചെയ്ത് കോൺഫിഗർ ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിനൊരു IP അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിങ് ഉണ്ടോ എന്ന് നോക്കാം. അത് പിങ് ഉണ്ട്. അപ്പോൾ ഇനി ഞാൻ ബ്രൗസറിൽ ആ IP കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ലോഗിൻ വിൻഡോ ഇവിടെ കിട്ടും. ബൈ ഡീഫോൾട്ട് യൂസർ ID വരുന്നത് യൂസർ ID തന്നെയാണ്. ഇതിന്റെ ലോഗിൻ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുത്തെ ഈ സ്ലിപ്പ് വലിച്ചു കഴിഞ്ഞാൽ XCCയുടെ ലോഗിൻ ഡീറ്റെയിൽസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. യൂസർ ID എന്നും പാസ്വേഡ് എന്നുമാണ്. അപ്പോൾ ഫസ്റ്റ് ലോഗിനിൽ തന്നെ ഇതിന്റെ പാസ്വേഡ് മാറ്റാൻ പറയും. അപ്പോൾ ഞാനൊരു പാസ്വേഡ് ടെമ്പററി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് നമ്മുടെ വ്യൂ വരുന്നത്. ഇവിടെ നമുക്ക് CPU സ്റ്റാറ്റസ്, അതായത് എത്ര പ്രോസസർ ഉണ്ട്, അതിന്റെ സ്പെക്ക് കാര്യങ്ങളെല്ലാം കാണാം. അതിന്റെ സ്റ്റാറ്റസ് ഇവിടെ കാണാൻ പറ്റും. മെമ്മറി 32 റാം സ്ലോട്ടുകളാണ് ഇതിൽ വരുന്നത്. അതിൽ 2 റാം സ്ലോട്ടിലാണ് നമ്മളിപ്പോൾ റാം ഇട്ടിരിക്കുന്നത്. ആ ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. റാമിന്റെ സ്പെസിഫിക്കേഷൻ DDR5 റാമാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഹാർഡ് ഡ്രൈവുകളുടെ സ്റ്റാറ്റസ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. പവർ സപ്ലൈയുടെ സ്റ്റാറ്റസ് ഇവിടെ കാണാൻ പറ്റും. ഫാനിന്റെ സ്റ്റാറ്റസ്, ഫാൻ എത്ര സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ PCI കാർഡുകളാണ് ആഡ് ചെയ്തിരിക്കുന്നത്, അത് നമുക്ക് അറിയാൻ പറ്റും. ഓൺ ബോർഡ് സാറ്റ കൺട്രോളർ 1 മാത്രമാണ് നമ്മളിപ്പോൾ ഇട്ടിട്ടുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ എക്സ് ക്ലാരിറ്റി വെച്ച് തന്നെ മാനേജ് ചെയ്യാവുന്നതാണ്. ഇതൊരു യൂസ്ഫുൾ ടൂളാണ്. വൺസ് അപ്പോൾ നമ്മൾ സെർവർ ക്യാബിനറ്റിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഈ നെറ്റ്വർക്കും കാര്യങ്ങളെല്ലാം അസൈൻ ചെയ്താൽ പിന്നെ നമുക്ക് ഇതിന്റെ അടുത്തുനിന്ന് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് റിമോട്ടിൽ ഇരുന്നിട്ട് നമ്മുടെ ലാപ്ടോപ്പിൽ നിന്ന് ഇത് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയൊക്കെയാണ് ഈ സെർവറെ കുറിച്ച് പറയാനുള്ളത്. ഇതൊരു ഇനീഷ്യൽ ബേസിക് ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. സെർവറിൽ വേറെ കുറെ കാര്യങ്ങളുണ്ട്. എങ്ങനെ റെയ്ഡ് കോൺഫിഗർ ചെയ്യാം, ഏതൊക്കെ ടൈപ്പ് റെയ്ഡുകൾ ഉണ്ട്, അതെല്ലാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. ഈ സെർവറിന്റെ ഇവിടുത്തെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 20,000 ആണ്. നാട്ടിൽ ഏകദേശം 4,50,000 രൂപ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ സെർവറെ കുറിച്ച് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്